ഇതാ പോകുന്നു രാമഭദ്രനെ തല്ലിയവൻ. ആ ഡയലോഗ് ഇടണല്ലോ ഇതിന് ശരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? ഇതിന് ചേരാട്ട ഞങ്ങളുടെ നാട്ടിൽ പറയും. പക്ഷെ ചേരാട്ട ഇനത്തിൽ പെട്ടൊരു സംഭവമാണിത്. കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കളർ കോമ്പിനേഷൻ അല്ലേ. ഇത് മഞ്ചാടി പെറുക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾക്ക് ഫാമിൽ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നു മഞ്ചാടി. അപ്പം മോന് സ്കൂളിലേക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു, മഞ്ചാടി സഞ്ചി എന്നുള്ളൊരിതുണ്ട്. അതിലേക്ക് മഞ്ചാടി വേണമെന്നില്ല, നമ്മൾ ചെറിയ ചെറിയ മക്കൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ആയാൽ മതി. അപ്പം പിന്നെ മഞ്ചാടി ഉണ്ട്, മഞ്ചാടി സഞ്ചി എന്ന് പേരുണ്ട്. മഞ്ചാടി നമ്മൾ അടുത്തുള്ളത് കൊണ്ട് ഞങ്ങൾ മഞ്ചാടി പെറുക്കാമെന്ന് വിചാരിച്ച്. മഞ്ചാടി പെറുക്കുമ്പോൾ നമുക്ക് പഴയ നൊസ്റ്റാൾജിയ ഫീൽ, നമ്മൾ പണ്ട് കാലത്ത് പഠിക്കുമ്പോൾ മഞ്ചാടിക്കൂർ എവിടെ കാണണം അവിടെ പെറുക്കി കൂട്ടി ഇങ്ങനെ കൂട്ടി വെക്കും. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആ ഒരു ഫീൽ ഞങ്ങൾക്ക് വന്ന് കാണാം. അങ്ങനെ കണ്ടതാണ് നമ്മൾ ആ ചേരാട്ട വിഭാഗത്തിൽപ്പെട്ട സംഭവം. ചേരാട്ടം തന്നെ പറയും അതിലുണ്ട്. അപ്പോൾ ഞാൻ മഞ്ചാടി താഴെയുള്ളൊന്നും കിട്ടില്ല, നിറയെ ചാണകമാണ് അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എത്തനോടത്തുനിന്ന് പറിക്കാം. അങ്ങനെ പറിക്കാൻ വേണ്ടി പോയതാണ്. പറിക്കാൻ പോയപ്പോൾ അതിലൊരു കൊമ്പുണ്ട്. ആ കൊമ്പെന്ന് ഞാൻ പറിച്ചപ്പോൾ എനിക്ക് 2 കിട്ടി. അപ്പോൾ ഒന്നാകെ പൊട്ടിക്കാലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചൊരു പൊട്ടിക്കൽ. പൊട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ കണ്ണിൽ എൻ്റെ പൊടി പോയി ഗൈസ്. എൻ്റെ ഒരു നോട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കിയിട്ടാണ്. ബാക്കി നിങ്ങൾ കേൾക്കണേ. ഇത് എങ്ങനെ പഴുത്താം? അടർത്താം, ഇങ്ങനെ അടർത്താം. ഭ്രാന്തായി ഗൈസ്. കേട്ടില്ല ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ്. വെറുതെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ആകെ കിട്ടിയത് 5-6. ബാക്കി പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടി. ലാസ്റ്റ് കണ്ടോ ഒന്ന് കിട്ടിയത് നമ്മളെ കുന്നിക്കൂരുവിൻ്റെ ടൈപ്പ് ഒന്ന് കിട്ടി. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഞാൻ നമുക്ക് കാണിച്ചു. അങ്ങനെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ സമയമായപ്പം ഫാമിൽ കൂടെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകുമ്പോൾ പശുവിനെ കണ്ടു. ഫാമിൽ പശു ഉണ്ടാവുമല്ലോ ഓൾറെഡി. പശുവിനെ കണ്ടപ്പോൾ ഒരു കൗതുകം. ഞങ്ങൾ ഗോപിയേട്ടുണ്ടായിരുന്നു പശുവിനെ കുളിപ്പിക്കേണ്ടായിരുന്നു. അപ്പോൾ ഗോപിയേട്ടനോട് 2 വാക്ക് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ കവറും പിടിച്ച് പോയി. ഒരാൾ കുപ്പിയിൽ വെള്ളം പിടിച്ച് പോവുമായിരുന്നു കേട്ടോ. ആരാന്നല്ലേ, ഞങ്ങൾ സെഫിയ. അവൾക്ക് വെള്ളമൊന്നും വേറെ വെള്ളം കുടിക്കാൻ വയ്യ, ഈ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഇവിടുത്തെ വെള്ളം ഒരു കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുപോവാണ്. കണ്ടോളിട്ട കിതാബ് ഒക്കത്ത് വെച്ച മാതിരി കണ്ടോ വെച്ചിട്ട് ഓള് പോകണം. അപ്പോൾ അത്ര ഒരു കുട്ടി വീഡിയോ ആണ്. നമ്മൾ ആ മഞ്ചാടി പെറുക്കുമ്പോൾ ഞങ്ങൾ പഴയ കാലത്തേക്ക് പോയി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് തോന്നി, അപ്പോൾ ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് ഒരു വീടിൻ്റെ പിക്കുണ്ട്, നല്ല രസമില്ല, നല്ല വെയിലാണ് കേട്ടോ. ഇത് ഞങ്ങളെ പിരിസിൻ്റെ വീടാണ്.